നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാസ്മിൻ, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുമെന്ന് ആഗ്രഹിച്ചിട്ടോ നിന്നിൽ നിന്നും എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ നിന്നെ ദത്തെടുത്തത്. ഇവിടെ എല്ലാവരുടെയും മുമ്പില് ഈ വീട്ടിൽ നിനക്ക് എന്ത് അവകാശമാണെന്ന് ചോദിച്ചപ്പോ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാതെ നീ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ചങ്ക് പൊടിഞ്ഞു പോയി മോളെ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീയും ഞാനും തമ്മില് രക്തബന്ധമൊന്നുമില്ല. പക്ഷേ സ്വന്തം ചോരയിലുള്ളവരെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതും വളരെ ആത്മാർത്ഥമായിട്ട്. ആന്റി, ഞാൻ പറയട്ടെ, എന്നെ നീ ഒരു കളങ്കവും ഇല്ലാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കുമ്പോ നിന്നെ ഒരാൾ എന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചാൽ എനിക്കിത് കണ്ടു നിൽക്കാനാവൂ? സത്യത്തിൽ ഗാർഗിയുടെ മുഖം അടിച്ചെന്ന് കൊടുക്കാനാ എനിക്ക് തോന്നിയത്. പിന്നെ രംഗം കൂടുതൽ വഷളാവണ്ടെന്ന് വിചാരിച്ച ഞാൻ സ്വയം നിയന്ത്രിച്ചത്. അതൊരു കണക്കിന് നന്നായി ആന്റി. അപ്പ ആന്റി അവളെ തല്ലിപ്പോയിരുന്നെങ്കിൽ എല്ലാവരും കൂടി ആന്റിയെ കുറ്റപ്പെടുത്തിയേനെ. അങ്ങനെ ആരെങ്കിലും ആന്റിയെ പഴി പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ പെരുമാറിപ്പോയേനെ. ഏതായാലും ആ സിറ്റുവേഷൻ ഒഴിവാക്കി കിട്ടിയല്ലോ. അവൾക്കിട്ടൊരെണ്ണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവളുടെ വായടപ്പിക്കുന്ന തരത്തിൽ ഒരു മറുപടി കൊടുക്കണമല്ലോ. അതുകൊണ്ടാ അപ്പൊ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ എന്റെ മകളായി ദത്തെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോ ഗാർഗിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ആന്റിനെ ദത്തെടുക്കാൻ പോവാന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. ഞാൻ നിന്നെ ദത്തെടുക്കാന്ന് പറഞ്ഞത് ഒരിക്കലും വെറുതെ അല്ല. ഞാൻ നിന്നെ ദത്തെടുക്കും. നിയമപരമായി തന്നെ ദത്തെടുക്കും. ഇനി മുതൽ നീ എന്റെ മകളാ, സ്വന്തം മകൾ. ഇനി നിനക്ക് ഇവിടെ എന്റെ മകളെന്ന സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും ജീവിക്കാം. ആന്റി, ഇതിന് പകരം ഞാൻ എന്ത് തന്നാലാ മതിയാവുക? ഒരു കാര്യം മാത്രം എന്റെ മോള് ചെയ്താൽ മതി. എന്താ എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഇനി മുതൽ മോൾ എന്നെ ആന്റി എന്ന് വിളിക്കരുത്. അമ്മ അമ്മ എന്ന് വേണം എന്നെ വിളിക്കാൻ. വിളിക്കുമോളെ, എന്നെ അമ്മ എന്നൊന്ന് വിളിക്കേ. അമ്മേ, സന്തോഷായി മോളെ, എനിക്ക് ഒരുപാട് സന്തോഷായി. ഇവർക്കെന്താ ഭ്രാന്തായോ? എന്താ ആയിക്കോട്ടെ, അതിന്റെ ഗുണം എനിക്ക് തന്നെയാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.